കുൾഫി എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു പക്ഷേ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കുൾഫി. ഈ കുൾഫി നമുക്ക് ബേക്കറികളിൽ ലഭ്യമാണ്, ചില ബേക്കറികളിൽ കിട്ടാറുമില്ല. എന്നാൽ നമുക്ക് ഈ കുൾഫി ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്കൊരു ചെറിയ സ്റ്റാൾ ഇട്ടുകൊണ്ട് നമുക്ക് നമ്മളുടെ വെറൈറ്റി കുൾഫികൾ കൊടുക്കാൻ പറ്റും. ഈ വെറൈറ്റി കുൾഫി എങ്ങനെ ഉണ്ടാക്കും എന്നറിയണമെങ്കിൽ യൂട്യൂബിൽ ഒന്ന് പരതിയാൽ മതി. 100 കണക്കിന് കുൾഫികൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ കുൾഫി ഉണ്ടാക്കാൻ നമുക്കൊരു മെഷീൻ വേണം. ആ മെഷീന്റെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പലരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കുൾഫി മേക്കിംഗ് മെഷീൻ എവിടെ കിട്ടും, എന്താണ് അതിന്റെ പ്രൈസ് എന്നുള്ള കാര്യം. അവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഒരു ഐഡിയ കൂടി തരാം. നമുക്ക് ബേക്കറി വേണം എന്ന് നിർബന്ധമില്ല. ഒരു ചെറിയ കിയോസ്ക്, ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഈ മെഷീൻ വെച്ച് നമുക്ക് ഡയറക്റ്റ് കുൾഫി ഉണ്ടാക്കി ഡയറക്റ്റ് വിൽക്കാൻ പറ്റും. മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നതിനേക്കാൾ അല്പം വില താഴ്ത്തി നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കച്ചവടം ലഭിക്കുകയും ചെയ്യും. ഇത് ഫ്ലോട്ടിംഗ് പീപ്പിൾ ഉള്ളിടത്തായിരിക്കും ഏറ്റവും നല്ലത്. നാട്ടും പുറങ്ങളിൽ തുടങ്ങാതിരിക്കുക, കാരണം നഷ്ടക്കളിയായിരിക്കും. ഒരു ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഇടങ്ങളുടെ അടുത്ത്, വലിയ ഗവൺമെന്റ് ഓഫീസുകൾ, വലിയ കോളേജുകൾ, ഇല്ലെങ്കിൽ വലിയ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഇതിന്റെയൊക്കെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ചെറിയൊരു സെറ്റപ്പ് നമുക്ക് കിട്ടിയാൽ, ഈ ഒരു മെഷീൻ വെച്ചാൽ നമുക്ക് 3 മാസം കൊണ്ട് മെഷീന്റെ തുക തിരിച്ചു പിടിക്കാം. അതിലും എളുപ്പം തിരിച്ചു പിടിക്കാൻ ഞാൻ 3 മാസം അല്പം കയറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. അതിനു മുമ്പ്, മെഷീൻ വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഫ്ലോട്ടിംഗ് പീപ്പിൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. വന്നു പോകുന്ന ആളുകൾ, നിരന്തരം വന്നു പോകുന്ന ആളുകൾ, ഒരു ദിവസം 1000 പേരെങ്കിലും വന്നു പോകുന്ന ഇടമാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിജയിച്ചിരിക്കും. പിന്നെ നിങ്ങളുടെ കൈപുണ്യമാണ്. നിങ്ങൾ ഏത് രീതിയിലുള്ള കുൾഫിയാണ് കൊടുക്കുന്നത്, എത്രമാത്രം സ്വാദിഷ്ടമാണ് അത്, ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ ബിസിനസ് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ആ മെഷീനിലേക്ക് ഒന്ന് പോകാം. ഇവിടെ കുൾഫി മേക്കിംഗ് മെഷീൻസ് പല രീതിയിൽ കിട്ടുന്നുണ്ട്. നമുക്കൊരു 1 ലക്ഷത്തിൽ താഴെയുള്ള ഒരുപാട് മെഷീനുകൾ കിട്ടുന്നുണ്ട്. 98,000 രൂപയുടെ മെഷീനാണ്. 2 മോൾഡാണ്. 50 കാൻഡി പെർ ബാച്ചിൽ എടുക്കാൻ പറ്റുന്നത്. ഇവിടെ 95,000 രൂപയുടെ മെഷീനാണ്. ഇത് കുറച്ചുകൂടെ വലിയ മെഷീനാണ്. 325 നമ്മൾ അത് നോക്കുന്നില്ല. 235, 80,000 രൂപ, 160, 75,000 രൂപ. ഈ ടൈപ്പിലുള്ള മെഷീൻ ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. 1.9 lakhs, 2.55 lakhs. ഇതും ഒരു മെഷീനാണ്. അതിന്റെ വീഡിയോ ആണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മെഷീനാണ് നമ്മൾ മുകളിൽ 75,000 രൂപയ്ക്ക് കണ്ടത്. 2.5 ലക്ഷം, 2.2 ലക്ഷം, 1.2 ലക്ഷം, 12 ലക്ഷത്തിന്റെ മെഷീൻ, അതൊക്കെ വലിയ സെറ്റപ്പാണ്. നമുക്കത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ 75,000 രൂപ തൊട്ട് ഒരു 90,000 രൂപ വരെയുള്ള സെറ്റപ്പ് മാത്രം നോക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്കതൊന്ന് നോക്കാം, മെഷീൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ കുൾഫി മേക്കിംഗ് മെഷീൻ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം പറ്റി തുരുമ്പടിക്കും എന്ന് നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. 50 കുൾഫി പെർ മിനിറ്റ് ആണ് ഇതുണ്ടാക്കുന്നത്. വെരി ഗുഡ്. അത്രയും ഫാസ്റ്റ് ആണ്. 50 കുൾഫി പെർ മിനിറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അത്രയും നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് എത്രമാത്രം കുൾഫി ഉണ്ടാക്കാം, എത്രമാത്രം കുൾഫി വിൽക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അനുമാനിക്കുക. സെമി ഓട്ടോമാറ്റിക് മെഷീനാണ്. സിംഗിൾ ഫേസ് മെഷീനാണ്. അതുകൊണ്ട് നമുക്ക് കറണ്ട് ചാർജ് കൂടുതലാകും എന്നുള്ള പേടി വേണ്ട. മാനുഫാക്ചറിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവരുടെ മൊബൈൽ നമ്പർ കിട്ടും. അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അതേ രീതിയിലുള്ള മെഷീനുകൾ ഒരുപാട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 70,000 രൂപ, 1 ലക്ഷം രൂപ, 125, 85,000 വേറെ മെഷീനുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ബിസിനസ് ലാഭകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മുമ്പോട്ട് പോകാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്തിരിക്കണം. ഇപ്പോൾ ഫുഡിന്റെ ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നതിനാൽ ലൈസൻസ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. രജിസ്ട്രേഷന് നമുക്ക് പെർ ഇയർ 100 rupees ഉള്ളൂ എങ്കിൽ ലൈസൻസിന് 2,500 മുകളിലോട്ട് എമൗണ്ട് പോകുന്നുണ്ട് എന്ന് മാത്രം. പക്ഷേ ആ എമൗണ്ട് വലിയൊരു എമൗണ്ട് അല്ല. നമുക്ക് ഫ്രീ ആയിട്ട് നിസ്സങ്കോചം
ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് തന്നെയാണ് അത്. അതുകൊണ്ട് അത് എടുക്കുന്നതായിരിക്കും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.